എൻസൈക്ലോപിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാഴ്വസ്തു പരിപാലനത്തിന് വിദ്യാർത്ഥികൾക്കിടയിൽ ഹരിതസേന പദ്ധതി നടപ്പിലാക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഗ്രാമ നഗര പ്രദേശങ്ങളിലെ പാഴ്വസ്തു പരിപാലനത്തിന് സ്കൂൾ വിദ്യാർത്ഥികളും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സ്കൂളിലെയും പരിസരങ്ങളിലെയും മാത്രമല്ല, ഗ്രാമ നഗര പ്രദേശങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതും നിർമ്മാർജ്ജനവും പൊതുസ്ഥലത്ത് മാലിന്യം കത്തിക്കുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ നിരീക്ഷിച്ച് മാലിന്യ ഭൂപടം കുട്ടികൾ തയ്യാറാക്കുന്നതാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ സ്കൂൾ കുട്ടികളെ പങ്കാളികളാക്കുവാൻ തദ്ദേശീയ പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ തയ്യാറാക്കിയ കർമ്മ പരിപാടിയിൽ 1,00,000 വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് നൽകുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. 1,500 രൂപയുടെ സ്കോളർഷിപ്പ് ഓരോ സ്കൂളിൽ നിന്ന് ചുരുങ്ങിയത് 2 കുട്ടികളെ തിരഞ്ഞെടുക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. UP വിഭാഗത്തിൽ നിന്ന് 6-7 ക്ലാസ്സുകളെയും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 8-9 ക്ലാസ്സുകളെയും ഹയർ സെക്കൻഡറിയിൽ നിന്ന് 1-ാം വർഷ വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കുന്നതാണ്. തുടർന്ന് ഹരിത സാങ്കേതിക വിദ്യയിലൂടെ പാഴ്വസ്തു പരിപാലനം ചെയ്യുവാനുള്ള പരിശീലനവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണ്. ശാസ്ത്രീയ മാലിന്യ പരിപാലനം, മാലിന്യത്തിൻ്റെ അളവ് തുടങ്ങിയവയിൽ കുട്ടികളിൽ താൽപ്പര്യം വളർത്തുവാനും മാലിന്യ പരിപാലനത്തിൽ പ്രാദേശികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുവാനുമാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൽ 50 പേരും മുനിസിപ്പാലിറ്റിയിൽ 75 പേർ, കോർപ്പറേഷൻ 100 പേർ എന്നിങ്ങനെ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതാണ്. മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന സ്കൂളിന് പുരസ്കാരവും നൽകുന്നതാണ്. സ്കോളർഷിപ്പ് നേടിയവർക്ക് പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.